ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. കഴിഞ്ഞ ദിവസം കോഷീസ് ഇന്റഗ്രൽ തിയറം എന്താന്ന് പറഞ്ഞു അതിലെ നാല് രീതിയിൽ നമുക്ക് ആ തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ആ നെയിംഡ് തിയറംസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. ഈ ലെമ്മ പറയുന്നത് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. ഇപ്പൊ ഡിറൈവ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞ ലെമ്മയും കൂടെ കൊടുത്തിട്ട് വേണം നിങ്ങൾ ആ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ലെമ്മ പറയുന്ന ഇത്രേ ഉള്ളൂ. ഇഫ് എ പീസ് വൈസ് ഡിഫറൻഷ്യബിൾ ക്ലോസ്ഡ് കർവ് ഗാമ ഡസ് നോട്ട് പാസ് ത്രൂ എ പോയിന്റ് എ, then the value of the integral gamma dz by z minus a is a multiple of 2 pi I. ഒരു പീസ് വൈസ് ഡിഫറൻഷ്യബിൾ കർവ് ഗാമയുണ്ട്, അത് എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നില്ല. Then the value of the integral f of z dz by z minus a is a multiple of 2 pi I. അതെന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് റിസൾട്ട് മാത്രം മതി ഏതിന് കോഷീസ് ഇന്റഗ്രൽ ഫോമിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാല്, നമ്മൾ ഗാമ എന്ന് പറയുന്നൊരു ക്ലോസ്ഡ് കർവ് എടുത്തു. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് z ഈക്വൽ ടു z ഓഫ് t. t വേരീസ് ഫ്രം ആൽഫ ടു ബീറ്റ. നമ്മൾ എടുക്കണ എങ്ങനെയാ, z ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു z ഓഫ് ബീറ്റ മീൻസ് ക്ലോസ്ഡ് കർവ് അല്ലേ, അപ്പൊ എൻ പോയിന്റ്സിൽ ഫംഗ്ഷൻ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ h ഓഫ് t ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ആൽഫ ടു t z ഡാഷ് t ബൈ zt മൈനസ് a dt, വേർ t ബിലോങ് ടു ആൽഫ ബീറ്റ. അപ്പൊ ശരിക്കും h ഓഫ് t എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് അല്ലേ. h ഓഫ് ആൽഫയ്ക്ക് വാല്യൂ ഉണ്ട്, h ഓഫ് ബീറ്റയ്ക്ക് വാല്യൂ ഉണ്ട്. അതിനകത്ത് z ഡാഷ് z ഓഫ് t എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ഇന്റർവെൽ ആൽഫ ടു ബീറ്റ ആണ്. അതൊരു ക്ലോസ്ഡ് കർവ് ആണ്, ലിമിറ്റ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതൊരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആൻഡ് ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ് ഇന്റർവെൽ ആൽഫ ബീറ്റ. h ഓഫ് ആൽഫ കണ്ടുപിടിച്ചാൽ 0 ആയി പോകും അല്ലേ. അതേപോലെ h ഓഫ് ബീറ്റ ആണെങ്കിൽ dz ബൈ z മൈനസ് a dt എന്ന് വരും, z മൈനസ് a എന്ന് വരും, dt അല്ല സോറി. അപ്പൊ h ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഗാമ dz ബൈ z മൈനസ് a. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ h ഓഫ് ബീറ്റ എന്ന് പറഞ്ഞ് കിട്ടുന്ന ക്വാണ്ടിറ്റി ആണ് ഏത് നമുക്ക് പ്രൂവ് ചെയ്യണം, മൾട്ടിപ്പിൾ ഓഫ് 2 പൈ ആയെന്ന് പ്രൂവ് ചെയ്യണം. h ഓഫ് ബീറ്റ എന്ന് പറയുന്നതാണ് 2 പൈയുടെ മൾട്ടിപ്പിൾ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത് അല്ലേ. ഓക്കെ, ലെബ്നിറ്റ്സ് റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ലെബ്നിറ്റ്സ് റൂൾ എന്താണെന്നുള്ളത്. ഡെറിവേറ്റീവ്, ഒരു ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ലെബ്നിറ്റ്സ് റൂൾ എന്ന് പറയുന്നത് അല്ലേ. ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഓഫ് എക്സ് ടു വി ഓഫ് എക്സ് എഫ് ഓഫ് ടി ഡി ടി. ജി ഡാഷ് എക്സ് തന്നിട്ടുണ്ട്, വി ഡാഷ് എക്സ് നമുക്ക് അങ്ങനെ ആണെങ്കിൽ അതിന്റെ എൻ പോയിന്റ്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ കെ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ആണെങ്കിൽ നമുക്ക് ജി ഡാഷ് എക്സ് ഈക്വൽ ടു എന്തോ പറയാം, എഫ് ഓഫ് എക്സ്. അതാണ് സിംപ്ലി ലെബ്നിറ്റ്സ് റൂൾ എന്ന് പറഞ്ഞാൽ. ആ റിസൾട്ട് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലെബ്നിറ്റ്സ് റൂൾ ഒക്കെ. ഇപ്പൊ എച്ച് ഡാഷ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് പറയാം, ഇസഡ് ഡാഷ് ടി ബൈ ഇസഡ് മൈനസ് എ അറ്റ് ഓൾ പോയിന്റ്സ് വേർ ഇസഡ് ഡാഷ് ടു ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയാം, ഈ ഇസഡ് ഡാഷ് ടി കണ്ടിന്യൂസ് ആവുന്ന എല്ലാ പോയിന്റ്സിലും എച്ച് ഡാഷ് ടി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇസഡ് ഡാഷ് ടി ബൈ ഇസഡ് ടി മൈനസ് എ എന്ന് എടുക്കാം. ഇനി ബൈ കൺസ്ട്രക്ഷൻ കൺസിഡർ ഇ റൈസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ടി മൈനസ് എ. ഇതെന്ന് പറയുന്നത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം, നമ്മൾ അസ്യൂം ചെയ്യണതാണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുക്കുക, ഇതിന് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുത്ത്. ഇപ്പൊ രണ്ടിലും ടി ഇല്ലേ, ഇ റൈസ് ടു മൈനസ് എച്ച് ഓഫ് ടിയിലും ടി ഉണ്ട്, ഇസഡ് ഓഫ് ടി മൈനസ് എയിലും ടി ഉണ്ട്. അപ്പൊ ടി ഇൻവോൾവ് ആവുന്ന രണ്ട് ഫംഗ്ഷൻസ്, അങ്ങനെ ടി ഇൻവോൾവ് ആവുന്ന രണ്ട് ഫംഗ്ഷൻ ആകുമ്പോൾ എന്താ യൂസ് ചെയ്യേണ്ടത്, പ്രോഡക്റ്റ് റൂൾ അല്ലേ. അപ്പൊ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ മീൻസ് ഇ റൈസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഡാഷ് ടി പ്ലസ് ഇസഡ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഈ പവറിൽ വരണേ മൈനസ് എച്ച് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുക, മൈനസ് എച്ച് ഡാഷ് ടി അല്ലേ. ഇനി ഇതിനകത്ത് രണ്ടിന്ന് നമ്മൾ ഇ റൈസ് ടു മൈനസ് എച്ച് ഓഫ് ടി പുറത്തെടുക്കുക. ഇപ്പൊ ഇസഡ് ഡാഷ് ടി മൈനസ് ഇസഡ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു എച്ച് ഡാഷ് ടി. തൊട്ട് മുമ്പത്തെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, h dash of t is equal to z dash t by z t minus a അല്ലേ. അതല്ലേ എഴുതി വെച്ചിരിക്കണേ, അതിന്റെ വാല്യൂ ഇത് ക്രോസ് ചെയ്ത് അത് കിട്ടത്തില്ലേ, അപ്പൊ 0 ആയി പോകത്തില്ലേ. അപ്പൊ നമ്മുടെ അസംഷൻ എന്തുവാ, ഇ റൈസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ടി മൈനസ് എയുടെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി ഓൺ എ കണക്റ്റഡ് സെറ്റ്. അതുകൊണ്ട് ഇ റൈസ് ടു മൈനസ് എച്ച് ഓഫ് ടി ഇൻറ്റു ഇസഡ് ടി മൈനസ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ.
അങ്ങനല്ലേ നമ്മൾ പറയാം. അങ്ങനെ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഏത് പോയിന്റിലും ഇപ്പൊ ഏത് എൻ പോയിന്റിൽ എടുത്താലും ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കത്തില്ലേ, വാല്യൂ മാറത്തില്ലല്ലോ, ഒരൊറ്റ കോൺസ്റ്റന്റ് വാല്യൂല് വരത്തുള്ളൂ. അപ്പൊ e raised to minus h of t into zt minus a is equal to e raised to minus h alpha into z of alpha minus a എന്ന് വെച്ചാൽ എന്തുവാ, t ഈക്വൽ ടു ആൽഫയിൽ ഈക്വൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. z of t യുടെ വാല്യൂ ഈ e raised to minus h of t into z of t minus a യുടെ വാല്യൂ അറ്റ് ടി ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന പോയിന്റിൽ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. ഈക്വൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പൊ e raised to minus h of alpha z of alpha minus a, e raised to minus h of alpha എന്ന് പറഞ്ഞാൽ അതിന് പകരം h of alpha എന്ന് പറഞ്ഞാൽ 0 അല്ലേ. e raised to minus 0 into z of alpha minus a, അത് 1 ആയി പോത്തില്ലയോ. അപ്പൊ എന്താ കിട്ടി, e raised to minus h of t is equal to z of alpha minus a by z of t minus a. That is, ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോണ എന്താ വെച്ചാല് ടിക്ക് പകരം ബീറ്റ കൊടുത്തു. ടിക്ക് പകരം ബീറ്റ എൻ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ടൈമില് e raised to minus നമ്മൾ റിവേഴ്സ് ചെയ്തു കേട്ടോ. e raised to minus h of t ആണ് എഴുതിയിരിക്കണേ. അടുത്തതിൽ എന്തുവാ റെസിപ്രോക്കൽ എടുത്ത്. അപ്പൊ e raised to h of t ആവത്തില്ലേ. അപ്പൊ z of t minus a by z alpha minus a, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും റിവേഴ്സ് ചെയ്യും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അല്ലേ. ആ e raised to h of t യിൽ ടിക്ക് പകരം ബീറ്റ കൊടുക്കുക. അപ്പൊ എന്തോ കിട്ടും, z of beta minus a by z of alpha minus a. z of alpha is equal to z of beta എന്ന് ആദ്യമേ പറയുന്നില്ലേ, ഒരു ക്ലോസ്ഡ് കർവ് അല്ലേ. അപ്പൊ e raised to h of beta is equal to 1 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, h of beta എന്ന് പറയുന്നത് ഒരു 2πi യുടെ മൾട്ടിപ്പിൾ ആണ്. e raised to h of beta is equal to 1 എന്ന് പറഞ്ഞാൽ എന്തുവാണ് മീനിങ്, e raised to ഒരു ഫംഗ്ഷൻ വാല്യൂ e raised to theta is equal to 1 എന്ന് പറഞ്ഞാൽ e raised to 2πi is equal to 1 എന്നല്ലേ മീൻ ചെയ്യാം. അപ്പൊ h of beta എന്ന് പറയുന്നത് എന്തുവാ, 2πi ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് k അല്ലേ. അപ്പൊ നമ്മൾ എഴുതേണ്ട ശരിക്കും e raised to h of beta is equal to e raised to 2πi ik is equal to 1. That is h of beta is equal to 2πi ik. അപ്പൊ എന്ത് പറയാം, h of beta എന്ന് പറയുന്നത് 2πi യുടെ മൾട്ടിപ്പിൾ ആണ്. h of beta എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കണം എന്തുവാ, ഇന്റഗ്രൽ ഗാമ dz by z minus a എന്ന് പറയുന്ന ഇന്റഗ്രൽ അല്ലേ. അപ്പൊ ഹെൻസ് ഇന്റഗ്രൽ dz by z minus a is an integral multiple of 2πi. Okay, hence the lemma. ഇത്രേ ഉള്ളൂ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ഇന്റഗ്രൽ വാല്യൂ ഇന്റഗ്രൽ dz by z minus a എന്ന് പറയുന്നത് 2πi യുടെ മൾട്ടിപ്പിൾ ആണ് പ്രൂവ് ചെയ്യണം. പിന്നെ നമ്മൾ ലെബ്നിറ്റ്സ് റൂൾ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. പിന്നെ ബൈ കൺസ്ട്രക്ഷൻ ഒരു ഫംഗ്ഷൻ എടുക്കുക, അതിന്റെ ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് എൻ പോയിന്റ്സിൽ വാല്യൂസ് ഈക്വൽ ആയിരിക്കും. ദെൻ ലെബ്നിറ്റ്സ് റൂൾ അപ്ലൈ ചെയ്യാം. അത്രേ ചെയ്തുള്ളൂ. ഈ റിസൾട്ട് ഈ ലെമ്മ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താണ് നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോമിൽ നമ്മൾ പ്രൂവ് ചെയ്തെടുക്കുന്നത്. ഇനി വെരി വെരി ഇമ്പോർട്ടന്റ് തിങ്, ഈ നമ്മളിപ്പോ പറഞ്ഞു ഇന്റഗ്രൽ dz by z minus a എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2πi ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ തന്നിരിക്കുന്ന കർവ് ഒരു പീസ് വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ അല്ലേ ഈ റിസൾട്ട് പറയാൻ പറ്റൂ. അങ്ങനെ ആണെങ്കിൽ ഇന്റഗ്രൽ ഗാമ dz by z minus is a multiple of 2πi. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ 1/2πi ഇന്റഗ്രൽ dz by z minus a എന്ന് പറയുന്ന ഒരു ഇന്റീജർ ആയിരിക്കും. ആ മീൻസ് നമ്മൾ 2πi യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞില്ലേ, ആ മൾട്ടിപ്പിൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ 1/2πi ഇന്റഗ്രൽ ഗാമ dz by z minus a ഈസ് ആൻ ഇന്റീജർ. ആ ഇന്റീജറിനെയാണ് നമ്മൾ വൈൻഡിങ് നമ്പർ എന്ന് പറയുന്നത്. ഒരു നമ്പർ ആണത് ശരിക്കും, പ്യൂർലി ആൻ ഇന്റീജർ ആയിരിക്കും. ആ ഇന്റീജർ എന്ന് പറയുന്നത് എത്ര തവണ ഒരു കർവ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് താഴേക്ക് പറയുന്നുണ്ട്. അപ്പൊ വൈൻഡിങ് നമ്പർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം അതും ചോദിച്ചിട്ടുള്ളതാണ്. ഗാമ എന്ന് പറയുന്ന ഒരു പീസ് വൈസ് ഡിഫറൻഷ്യബിൾ കർവ് ഉണ്ട് വിച്ച് ഡസ് നോട്ട് പാസ് ത്രൂ ദി പോയിന്റ് എ. അങ്ങനെ ആണെങ്കിൽ then the winding number of gamma with respect to a or an index of gamma with respect to a. index of നമുക്ക് ആ തന്നിരിക്കുന്നതിന്റെ ഇൻഡെക്സ് defined by 1/2πi dz by z minus a. ആ ഇന്റഗ്രൽ വാല്യൂ ആണ് 1/2πi ഇന്റഗ്രൽ ഗാമ dz by z minus a. അതാണ് വൈൻഡിങ് നമ്പർ ഓഫ് a and is denoted by n gamma of a. അപ്പോൾ വൈൻഡിങ് നമ്പറിന്റെ നൊട്ടേഷൻ പറഞ്ഞാൽ n gamma of a. എങ്ങനെ ഡിഫൈൻ ചെയ്യാം, n gamma of a is equal to 1/2πi ഇന്റഗ്രൽ ഗാമ dz by z minus a. അപ്പോൾ വൈൻഡിങ് നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ
ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇപ്പൊ നമ്മൾ ഒരു പീസ് വൈസ് ഡിഫറൻഷ്യബിൾ കർവ് അല്ലേ എടുക്കുന്നത്, അതൊരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും. ആ കർവിൽ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ എത്ര തവണ ആ കർവ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വൈൻഡ് ചെയ്യുക. അതാണ് വൈൻഡിങ് നമ്പർ. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. നൊട്ടേഷൻ ആൻഡ് ഗാമ ഓഫ് എ. ഇനി ഈ വൈൻഡിങ് നമ്പേഴ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് വൈൻഡിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ n ഓഫ് മൈനസ് ഗാമ ഓഫ് എ ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഗാമ ഓഫ് എ. മീൻസ് ഇപ്പൊ n മൈനസ് ഗാമ ഓഫ് എ എന്ന് പറഞ്ഞാൽ ശരിക്കും നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന കർവ് അല്ലേ മൈനസ് ഗാമ. അപ്പൊ നമുക്ക് ബൈ ഡെഫിനിഷൻ എൻ ഗാമ ഓഫ് എ എന്തുവാ? 1/2πi ഇന്റഗ്രൽ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് എ അല്ലേ. അപ്പൊ n ഓഫ് മൈനസ് ഗാമ ഓഫ് എ നമുക്ക് എങ്ങനെ റീഡിഫൈൻ ചെയ്യാം? 1/2πi ഇന്റഗ്രൽ മൈനസ് ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് എ. അപ്പൊ ഇത് പ്രോപ്പർട്ടി ഓഫ് ഗാമ. നമുക്ക് ഇതിനെ ഒന്നും കൂടി റീസ്ട്രക്ചർ ചെയ്താൽ -1/2πi ഇന്റഗ്രൽ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് എ. ഇന്റഗ്രൽ മൈനസ് ഗാമയെ നമുക്ക് മൈനസ് ഇന്റഗ്രൽ ഗാമ എന്ന് എഴുതാമല്ലോ. അപ്പൊ -1/2πi ഇന്റഗ്രൽ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് എ. അതിനെയാണ് മൈനസ് എൻ ഗാമ ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ മൈനസ് എൻ ഓഫ് മൈനസ് ഗാമ ഓഫ് എ എന്ന് പറഞ്ഞാൽ മൈനസ് എൻ ഗാമ ഓഫ് എ. റിസൾട്ട് ജസ്റ്റ് ആ ഡെഫിനിഷൻ മാത്രമേ യൂസ് ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ n ഓഫ് ഗാമ 1 പ്ലസ് ഗാമ 2 ഓഫ് എ ഈസ് ഈക്വൽ ടു n ഗാമ 1 ഓഫ് എ പ്ലസ് n ഗാമ 2 ഓഫ് എ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. രണ്ട് കർവുകൾ ഗാമ 1 ഉണ്ട് ഗാമ 2 ഉണ്ട്. അപ്പൊ ഗാമ 1 പ്ലസ് ഗാമ 2 എന്ന് പറയുന്നത് അതർ ക്ലോസ്ഡ് കർവ്. അതിന് വിത്ത് റെസ്പെക്ട് ടു ഗാമ 1 പ്ലസ് ഗാമ 2 നമുക്ക് എ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം വിത്ത് റെസ്പെക്ട് ഗാമ 1 ചെയ്യാം പ്ലസ് വിത്ത് റെസ്പെക്ട് ഗാമ 2 ചെയ്യാം. അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി ലീനിയാരിറ്റി. ഈ രണ്ടും കൂടെ ശരിക്കും 2, 3 പ്രോപ്പർട്ടീസ് ചേരണയാണ് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലെ. കോൺസ്റ്റന്റ് സ്കേലാർ മൾട്ടിപ്പിളും സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ അഡിറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ തേർഡ് വൺ n of c gamma of a is equal to c into n gamma of a, where c is a constant. നമ്മൾ c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ n ഓഫ് വൈൻഡിങ് നമ്പർ ഓഫ് c ഗാമ ഓഫ് a എന്ന് പറയുന്നത് ആ വൈൻഡിങ് നമ്പർ കണ്ടുപിടിച്ച് കിട്ടുന്ന ആൻസറിനെ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. തേർഡ് പ്രോപ്പർട്ടി. ഇതും നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് ഒരു z ഓഫ് t കൺസിഡർ ചെയ്യാം. Gamma is defined by z equal to z of t, where a less than or equal to t less than or equal to b. അല്ലേ? c gamma എന്ന് പറഞ്ഞാൽ z equal to c into z of t, a less than or equal to t less than or equal to b. Then n c gamma of a is equal to 1/2πi. ഇവിടെ റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു c ഗാമ അല്ലേ. അപ്പൊ കർവിൽ കൊടുക്കുമ്പോഴും ഇന്റഗ്രൽ c ഗാമ dz by z minus a. That is 1/2πi. നമുക്ക് ഇതിനെ ഒന്നും കൂടി c എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് അല്ലേ. c ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് c ഗാമ എന്ന് പറയുന്ന അത്രയും ടൈം റൊട്ടേഷൻ ചെയ്യണു എന്നല്ലേ മീനിങ്. അതിന് നമുക്ക് ഇന്റഗ്രൽ ഗാമ c ബൈ z മൈനസ് എ dz എന്ന് എഴുതാമല്ലോ. അപ്പൊ c ഇൻറ്റു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പുറത്തെടുത്തു 1/2πi ഇന്റഗ്രൽ ഗാമ dz ബൈ z മൈനസ് എ. അത് എന്ന് പറഞ്ഞ വൈൻഡിങ് നമ്പറിന്റെ ഡെഫിനിഷൻ അല്ലയോ. അപ്പൊ c ഇൻറ്റു 1/2πi ഇന്റഗ്രൽ ഗാമ dz ബൈ z മൈനസ് എക്ക് വരെ എന്ത് കൊടുത്ത് n ഗാമ ഓഫ് എ. അപ്പൊ നമുക്ക് n ഓഫ് c ഗാമ ഓഫ് a is equal to c into n ഗാമ ഓഫ് എ. കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ എന്നുള്ള റിസൾട്ട് സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് നമ്മൾ എടുക്കുന്ന ഗാമ ഈ കർവ് ഒരു ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ n ഗാമ ഓഫ് a is equal to 0 for all points a outside the circle. If gamma is lies inside the circle, ഒരു സർക്കിൾ റൈറ്റ് സൈഡിൽ വരച്ച് കാണിച്ചിരിക്കുന്നില്ലേ, ഒരു സർക്കിൾ ഉണ്ട്, അതിന്റെ സെന്ററിന് അകത്താണ് നമ്മൾ ഗാമ എന്ന് പറയുന്ന കർവ്. എ എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന് പുറത്ത്. അങ്ങനെ ആണെങ്കിൽ അതിന്റെ വൈൻഡിങ് നമ്പർ 0 ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ്. ഇതും ഒരുപാട് തവണ ചോദിച്ച റിസൾട്ട് ആണ് ഈ ഫോർത്ത് പ്രോപ്പർട്ടി. നമുക്ക് അറിയാവുന്ന കാര്യം 1/z മൈനസ് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ് at all points of z except at z equal to a. z equal to a എന്ന് പറയുന്ന പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലാ പോയിന്റിലും 1/z മൈനസ് അനലിറ്റിക് ആണ്. കാര്യം z equal to a അല്ലേ അതിന്റെ സിംഗുലർ പോയിന്റ്. അതിലൊഴിച്ച് ബാക്കി എല്ലാവരുടെ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലേ. ഇനി ഈ a എന്ന് പറയുന്ന പോയിന്റ് ശരിക്കും ഔട്ട്സൈഡ് ദ സർക്കിൾ അല്ലേ. അപ്പൊ ഈ 1/z മൈനസ് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തുവാ, അകത്തുള്ള എല്ലാ പോയിന്റിലും അനലിറ്റിക് ആയിരിക്കുമല്ലോ. ഇന്റീരിയർ ഓഫ് ദ സർക്കിളിൽ ഫുൾ അനലിറ്റിക് ആയിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സർക്കിളിന്റെ ഇന്റീരിയറിന് ഒരു ഡെൽറ്റ എന്ന് കൊടുത്തു. ആ എടുക്കുന്ന ഡെൽറ്റ ഒരു ഓപ്പൺ ഡിസ്ക് ആണ്.
ഇനി ഗാമ ഇസ് എ ക്ലോസ്ഡ് കർവ് ഇൻ ഡെൽറ്റ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കർവ് ഗാമ ഈ ഡെൽറ്റയ്ക്ക് അകത്തുള്ള ഒരു ക്ലോസ്ഡ് കർവ് ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ സർക്കിളിന്റെ ഇന്റീരിയറിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് എടുക്കുന്നത്. ഗാമ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് ഇൻസൈഡ് ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ ബൈ കോഷീസ് തിയറം നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ കോഷീസ് തിയറം ഇനി ഡിസ്കിനുള്ള കോഷീസ് തിയറം വെച്ചിട്ട് മൂന്നാമത്തെ ഇന്റഗ്രൽ ഗാമ 1/z - dz = 0 എന്ന് പറഞ്ഞൂടെ? അതിന് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ 1/2πi ഇന്റഗ്രൽ ഗാമ dz/z - a 0 എന്ന് പറയാമല്ലോ. ഈ 1/2πi ഇന്റഗ്രൽ ഗാമ dz/z - a എന്ന് പറഞ്ഞാൽ എന്തുവാ ശരിക്കും? ഡെഫിനിഷൻ ഓഫ് വൈൻഡിങ് നമ്പർ അല്ലേ? അപ്പൊ therefore n ഗാമ ഓഫ് a = 0. ഓക്കെ, അപ്പൊ ഞാനത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല് നമ്മൾ എടുക്കുന്ന 1/z - a എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണ് എക്സെപ്റ്റ് z = a. ആ a എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ആയാൽ പിന്നെ നമുക്ക് പ്രോബ്ലം ഇല്ല. ഇന്റഗ്രൽ ഗാമ dz/z 1/z - a = 0. dz/z - വാല്യൂ 0 ആയി പോകും. ഏത് യൂസ് ചെയ്ത്? കോഷീസ് തിയറം ഫോർ എ ഡിസ്കിൽ യൂസ് ചെയ്യണ കോഷീസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യണ എന്തിനാ? ഈ സി എന്ന് പറയുന്ന സർക്കിളിന്റെ ഇന്റീരിയർ പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്ക് ബൗണ്ടറി ആവശ്യമില്ല. ആ ഇന്റീരിയറിൽ ഫംഗ്ഷൻ ഡെൽറ്റയ്ക്ക് അകത്തുള്ള ഒരു കർവാണ് ഗാമ എന്ന് പറയുന്നത്. അതിനകത്ത് അനലിറ്റിക് ആണെങ്കിൽ ബൈ കോഷീസ് തിയറം നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ 1/z - dz 0. അത് 0 ആയി കഴിഞ്ഞാൽ ഫോർ ഡെഫിനിഷൻ ഓഫ് വൈൻഡിങ് നമ്പർ ഒരു 1/2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? കോൺസ്റ്റന്റ് അല്ലേ? 1/2πi ഇന്റഗ്രൽ ഗാമ dz/z - 0. അവിടെ നമുക്ക് വൈൻഡിങ് നമ്പർ 0 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയുമാണ് വൈൻഡിങ് നമ്പറിന്റെ പ്രോപ്പർട്ടീസ്. ശരിക്കും ഈ വൈൻഡിങ് നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് തന്നെ നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോമിൽ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.